രേണു സുധിയുടെ പുതിയൊരു ന്യൂസ്. വാസ്തവത്തിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റഡ്ലി വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പലരും ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട് ഫേസ്ബുക്കിൽ, അവരെ ജീവിക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ചിലവിന് കൊടുക്കൂ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് ചിലർ കളിയാക്കുന്നതുമുണ്ട്. മനസ്സിലാക്കാത്തവരുടെ അടുത്ത് നമുക്ക് വീണ്ടും വീണ്ടും പറയാനാകത്തില്ല. പറഞ്ഞാലും അവർ വീണ്ടും അവരുടെ പോയിന്റിൽ നിന്ന് അടമണ്ടായിട്ട് നിൽക്കുക, അത് മാറത്തില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം, ഒരു എക്സ്പ്ലനേഷൻ, ഇത് ലാസ്റ്റ് എക്സ്പ്ലനേഷൻ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താല്പര്യമില്ല. കാരണം രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു ക്യാരക്ടറും ഇല്ല എന്നുള്ളതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. വെരി ബിഗിനിങ് തൊട്ടുള്ള കാര്യം പറയാം. ഫസ്റ്റ് തിങ്, അയാൾ മരണപ്പെട്ടു, എഗ്രീഡ്. അതിനുശേഷം പിന്നെ അവൾ ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ട് നടക്കുന്നു. അപ്പോൾ കുറച്ച് ആളുകൾക്ക് അട്രാക്ഷൻ ഉണ്ടാകുന്നു. വിധവയായ ഒരു പെണ്ണ് നടക്കേണ്ട രീതിയല്ല എന്ന് പറയുന്നു. അപ്പോൾ നോർമലായിട്ടും വിധവ എങ്ങനെ നടക്കണം, വിധവയ്ക്ക് ഇങ്ങനെ ഒരു കോൺട്രൈസേഷൻ ഉണ്ടോ, എന്തിനാ അവരെ കോൺട്ര ചെയ്യണേ, അവർ പറയട്ടെ, അവർ നടക്കട്ടെ എന്ന് തന്നെയാണ് പൊതുസമൂഹം നിന്നത്. അപ്പം സിമ്പതിയാണ് അവിടെ വർക്ക് ചെയ്തത്. മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ഒരു പെണ്ണ്, അവള് ഭർത്താവ് മരിച്ചു പിന്നെ വീട്ടിൽ കയറി ഇരിക്കണമെന്നൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും അവൾക്ക് സപ്പോർട്ട് ചെയ്തു. തുടർന്ന് എന്താണ്, ആ മറ്റേ പെണ്ണ് ഒരു ഭ്രാന്തി ഉണ്ടല്ലോ, ഒരു സ്പ്രേയും കൊണ്ടുവന്നു. ഭർത്താവിൻ്റെ മണമുള്ള സ്പ്രേ എന്നാ പറഞ്ഞത്. ഈ മണമുള്ള സ്പ്രേയെ അവഹേളിച്ചുകൊണ്ട് ഇവള് തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് മനസ്സിലായതാണ് രേണുവിന് യാതൊരു രീതിയിലുള്ള ഇതും സുധിക്കൊപ്പമില്ല. എന്ന് വെച്ചാൽ പൂർണ്ണമായി ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. പക്ഷെ സുധിയെ അവളൊരു ഉപകരണമാക്കുകയാണ്. സുധി, കൊല്ലം സുധി എന്ന പേര് അതൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് ഉപയോഗിച്ചാൽ എനിക്ക് നേടേണ്ടതൊക്കെ നേടാമെന്ന ബോധം അവൾക്കുണ്ട്. തൻ്റെ ആ ഒരു മുഖഭാവം ബാക്കിയുള്ളതും ഒക്കെ ഒരു നായിക നടിക്ക് ചേർന്നതാണെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ അവർക്ക് നായിക ആവണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പേര് നമ്മുടെ സിനിമയിൽ നിന്ന് എക്സ്പയറി ആയി പോകാറുണ്ട്. ചിലർ വിവാഹം കഴിഞ്ഞ ഉടനെ അമ്മ റോളിലേക്ക് പോകാറുണ്ട്. അതെന്തുകൊണ്ടാണ്? വിവാഹം കഴിഞ്ഞ ഒരു ഒത്തിരി വണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരെ പിന്നെ നായികയാക്കുക എന്നുള്ളത് ഒരു റിസ്ക്കാണ്. ഒരു സിനിമ എടുക്കുന്ന ഒരാൾക്ക് ഈ നായിക ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നായകൻ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടാകും. ആളുകൾക്ക് അങ്ങനെയാണ്. അതിനനുസരിച്ച് നമുക്ക് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ രേണു സുധി ചെയ്യുന്നത് മുഴുക്ക അവൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത മണിയിൽ അവൾ തന്നെ ഡാൻസ് കളിക്കുന്ന ഒരു സാധനമാണ്. ആ ചെറുക്കൻ ഒത്തൊത്ത് നിൽക്കുന്നത് രേണുവിൻ്റെ ഒപ്പം നിന്നാൽ റീച്ച് ആകാം എന്നുള്ളതാണ്. കാരണം നെഗറ്റീവാണ് വരുന്നത്, പക്ഷെ അത് അവനല്ല, അവൻ സേഫാണ്. അവക്കാണ് നെഗറ്റീവ് അടിക്കുന്നത്. കൂടെ നിൽക്കുന്നു എന്നൊരു കുഴപ്പമേ ഉള്ളൂ. അവസാനം അവൻ ഒരുപാട് പൊങ്കാല കിട്ടുന്ന ഒരു അവസരത്തിൽ അവൻ സേഫ് സോണിലാകാൻ വേണ്ടിയിട്ട് ഭാര്യയും കൊണ്ടുവന്നങ്ങ് കാണിച്ചു. ഭാര്യ സപ്പോർട്ടാണ്, ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറയുന്നിടത്ത് ചെറുക്കൻ അവൻ്റെ ഭാഗം അങ്ങ് സേഫാക്കി എന്നുള്ളതാണ്. ഇനി രേണു ഇപ്പോൾ കാണിക്കുന്നത്, രേണു മുഴുക്ക ഫേക്കാണെന്നുള്ള തെളിവാണ് ഞാലിയാങ്കുഴിയിലുള്ള ബിനുവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ വിറയ്ക്കുന്നത്, കലി കൊണ്ട് കിടന്ന് അലറുന്നത്. ഒരു ബിഷപ്പിനെ കൊണ്ടുവന്നു. ആ ബിഷപ്പ് എന്താണെന്നുള്ളത് അതുൽ കൃത്യമായിട്ട് കൊണ്ടുവന്ന് തന്നു. അവനും വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണത്തിൽ അവന് കിട്ടിയ വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറി തരികയും ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ബിനു എന്ന വ്യക്തിയുമായി അവളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ആ വിവാഹം അവൾക്ക് പബ്ലിഷ് ചെയ്യാൻ വയ്യ. അതിന് പകരം അവൾ പറയണത് എന്തെന്ന് പറഞ്ഞാൽ, എന്നെ താലി കെട്ടിയത് സുധിച്ചേട്ടനാണ്, പക്ഷെ ഞാൻ ആദ്യം കിടന്നത് ബിനുവിൻ്റെ ഒപ്പമാണ്. ഇത് ഞാൻ അന്ന് പറയണമായിരുന്നു, പറഞ്ഞില്ല. അപമാനിക്കേണ്ടെന്ന് തോന്നിയതാണ്. ഇപ്പോൾ അങ്ങനെ തോന്നുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഴുക്ക ഫേക്കായ ഒരു സ്ത്രീയെ ഇനിയും മിണ്ടാതിരിക്കുമ്പം അഹങ്കാരം കൊണ്ട് തലയിൽ കയറുകയാണ്. ഒരു വ്യക്തി അയാളുടെ സമ്പാദ്യത്തിൽ നിന്നൊരു തുക ഒരാൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നത് മാനസിക എളുപ്പം കൊണ്ടാണ്. അവരുടെ മാനസിക എളുപ്പമാണല്ലേ നമ്മൾ സമ്പാദിച്ച പൈസ എന്തിനാ കൊടുക്കുന്ന, എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഇകഴ്ത്താതിരിക്കാൻ ശ്രമിക്കണം. ഇവിടെ ഒരാളുണ്ട്, ഏറ്റുമാനൂർ വെടി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ ഒരു തട്ടിപ്പുകാരിയുണ്ട്. 1,30,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇന്നേക്ക് 5 വർഷമായി തിരിച്ചു തന്നില്ലെന്നതോ പോട്ടെ, കടന്ന് തെറിവിളിയാ, മോശം പറച്ചില്ല. അവളുടെ ഒരു അവസ്ഥ കേടിൽ നമ്മൾ കൊടുത്തൊരു എമൗണ്ടാണ്, ഓർത്തോണം. അത് വാങ്ങി നക്കിയിട്ടാണ് ഈ പറയുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ രേണു സുധി മൂലം ഒരു മനുഷ്യനുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം വയ്ക്കാൻ നിങ്ങൾ കേട്ടു നോക്കുക. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, രത്ന ചുരുക്കം ഇത്രയാണ്. വളരെ കഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു വീട് വെക്കാൻ പോയപ്പോൾ, രേണു സുധിക്ക് വീട് വെച്ച് കൊടുക്കാൻ പോയപ്പോൾ അയാൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അതിനോടനുബന്ധിച്ച് ഒരുപാട് പേരുടെ എഫർട്ട്, ഒത്തിരി പേരുടെ സപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ ചെയ്ത് നല്ലൊരു വീട് വെച്ച് അവർക്ക് കൈമാറിയ ശേഷം അവരങ്ങ് സമാധാനപരമായി വീട് വെക്കാനും എല്ലാത്തിനും ഒരുപാട് പേര് സഹായിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇനി മേൽക്കൊണ്ട് ഈ സഹായം ചെയ്യില്ല എന്ന് പറയുന്നത് കാരണം എന്താണെന്നറിയാമോ? കാരണം രേണുവിൻ്റെ ഈ വാക്കുകളാണ്. കേൾക്കാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. വീടിന് ചോർച്ചയുണ്ട് അത്രേ, വീടിന് ചോർച്ചയുണ്ട്. വീട് ചെയ്തത് ശരിയായില്ല എന്നാണ് പറയുന്നത്. അത് പൂർണ്ണമായിട്ട് ഞാൻ വിട്ടിട്ട് അദ്ദേഹത്തിന് അപമാനിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് പൂർണ്ണം ഇടാത്തത്, കുറച്ച് മാത്രം ഇടുന്നത്. ഇനി
രേണു പറയുന്ന കണക്ക് അതിന് അഥവാ ഒരു ചോർച്ച ഉണ്ടെങ്കിൽ അത് ഓലമേഞ്ഞ വീടാണോ അത് ഓടിട്ട വീടാണോ, അദ്ദേഹം അതിന് കൃത്യമായി മറുപടി തരുന്നുണ്ട്. വളരെ ഫാസ്റ്റായി ഫോഴ്സിൽ വെള്ളം വന്നാൽ അകത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്, അതിന് അവിടെ എന്തെങ്കിലും ഒരു പർഗോള വെച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് 10,000-2,000 രൂപ ചെലവും ആവുകയുള്ളൂ. എന്തുകൊണ്ട് അവൾക്കത് വയ്യ? അതും ഈ വീട് വെച്ചവർ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കംപ്ലൈന്റ് ഉണ്ടായാലും ഉടനെ അവരെ വിളിക്കുമെന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് കൂടെ അവർ കാലങ്ങളോടെ ചെയ്തു കൊടുക്കണമെന്നാണ്. തീർച്ചയായിട്ടും ഇപ്പം ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ അതിനകത്ത് ഇത്ര പെട്ടെന്ന് മെയിൻ്റനൻസ് വരും എന്നുള്ള ചോദ്യം വരാം. സ്വാഭാവികമാണ്. 2 പേർക്ക് താമസിക്കാൻ 3 പേർക്ക് താമസിക്കാനുള്ള വീടാണത്. സുധിയുടെ അമ്മയ്ക്കും സുധിയുടെ മക്കൾക്കും അവൾക്കും അതിൽ ഒരു കുഞ്ഞാണ്. അപ്പൊ ഈ 3 പേരിൽ കൂടുതൽ അവിടെ ആൾക്കാരുണ്ട്, അവിടെ കുട്ടികൾ അധികമുണ്ട്. അവരുപയോഗിക്കുന്ന രീതിയിൽ അതിന് കംപ്ലൈൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ അത് ശരിയാക്കി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സുധിയുടെ പേരൻസിനും സുധിയുടെ മക്കൾക്കും സുധിയുടെ ഭാര്യയ്ക്കുമാണ് അവിടെ താമസിക്കാൻ ഇത് പറഞ്ഞത്, അല്ലാതെ രേണുവിന്റെ പേരൻസിനും രേണുവിന്റെ കുടുംബക്കാർക്കും അല്ല. ഇനി അങ്ങനെ ചെയ്തോട്ടെ, കാരണം അവൾ ജോലിക്ക് പോകുമ്പോൾ ആ കുട്ടിയെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അങ്ങനെയാണ്. അതെന്താ? സുധിയുടെ അമ്മ ആ കുഞ്ഞിനെ നോക്കത്തില്ലേ? സുധിയുടെ മൂത്ത കുഞ്ഞിനെ നോക്കാൻ കഴിയുമെങ്കിൽ ഇളയ കുഞ്ഞിനെ നോക്കാൻ സുധിയുടെ അമ്മയെ കൊണ്ട് പറ്റത്തില്ലേ? ഇവൾ അടുപ്പിക്കില്ല എന്നുള്ളൊരു തെളിവാണത്. ആ കുട്ടി അച്ചമ്മയുടെ കൂടെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അനിയനെ കാണാൻ വരുന്നു. ആരടുത്തേക്ക് പോയില്ലെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ആ കുട്ടിയെ കാണുമ്പോൾ അവ എത്രത്തോളം ആ കുഞ്ഞിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. മുഴുക്ക ഫേക്കായ ഈ സ്ത്രീയുടെ റിയാലിറ്റി പബ്ലിക്കിലേക്ക് വന്നത് ആ കട്ടിലിൻ്റെ അടിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ സുധിയുടെ ഉപഹാരങ്ങളാണ്. സുധിക്ക് കൊടുത്ത പ്രൈസുകൾ, ഗിഫ്റ്റുകൾ, ഇതൊക്കെ തന്നെ ഒരു ചാക്ക് കെട്ടിലാക്കി കൊണ്ടുവന്ന് കുഴിച്ചിടാൻ പാകത്തിന് കട്ടിലിൻ്റെ അടിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് കാണിച്ചു തന്നത് സുധി തന്നെയാണ്. സുധിയുടെ ആത്മാവ് തന്നെയാണ് ആ കുട്ടികളെ കൊണ്ട് ഇത് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ നമ്മളെങ്ങനെ അറിയും? അതൊരു നിമിത്തമായിരുന്നു. അവനൊരു ചാനൽ തുടങ്ങാനും അതിൽ കൂടെ ഈ ഒരു വ്ളോഗ് ചെയ്യാനും ആ വ്ളോഗിൽ ആ കുഞ്ഞുങ്ങൾ 2 പേരുടെ മത്സരിച്ച് ആ ഒരു വിഷയം പുറത്തേക്ക് എത്തിച്ചത് എത്ര നന്നായി എന്ന് ഓർത്ത് നോക്കും. നമുക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അവക്ക് മനസ്സിലായത് മറ്റൊരു രീതിയിലാണ്. ഈ വീട് വെച്ച് തന്ന ഒരു അലമാര വെച്ച് തന്നില്ല, അതുകൊണ്ടാണ് അവൾക്ക് ചാക്കി കെട്ടി അടിയിടേണ്ടി വന്നത് എന്നാണ് അവൾ വിചാരിക്കുന്നത്. ആ വിചാരം കൊണ്ടാണ് അവൾ ഇപ്പോൾ അവർക്കെതിരെ നിൽക്കുന്നത്. അയാൾ പറയുന്നുണ്ട്, അയാളെ നിരന്തരം വിളിച്ചിട്ട് പേടിപ്പിക്കുന്നു. നിങ്ങൾ ഇത് ചെയ്തെന്നില്ലേ ഞാൻ പബ്ലിക്കിൽ പറയും, നിങ്ങൾ അത് ചെയ്തെന്നില്ലേ ഞാൻ പബ്ലിക്കിൽ പറയും. നല്ലൊരു പെർഫെക്റ്റ് ഗുണ്ടയാണ്. രേണുവിൻ്റെ കൈയിരിപ്പതാണ്. രേണുവിൻ്റെ ഗുണ്ടായിസം അതുലിൻ്റെ വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കണ്ടതാണ്. ചുറ്റും കുറേ ക്യാമറ കണ്ണുകൾ ഉണ്ടെങ്കിൽ താനെന്തോ സംഭവമായി എന്ന് തോന്നുന്ന രേണു മനസ്സിലാക്കാൻ ആളുകളുടെ സഹതാപം കൊണ്ടാണ് നീ ഇവിടം വരെ എത്തിയത്. സുധിയോടുള്ള സ്നേഹമാണ് ആളുകൾ പണമായി നിനക്ക് തന്നത്. ഒരു വീടുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് അതുണ്ടാക്കി കഷ്ടപ്പെട്ട മനുഷ്യരോട് സംസാരിച്ചാൽ മാത്രം മനസ്സിലാവും. അത്രത്തോളം കഷ്ടപ്പെട്ട് കടവും ധനവും വാങ്ങി വീട് വെക്കുന്ന മനുഷ്യരോട് പോയി സംസാരിക്കണം വഴി. ഫ്രീ ആയിട്ട് നിനക്കൊരു വീട് കിട്ടിയപ്പോൾ നിന്റെ അഹങ്കാരം മുറ്റി നീ കിടന്ന് പറയുന്നത് കേട്ടാലുണ്ടല്ലോ, ചത്ത് കിടക്കുന്ന ശവം എഴുന്നേറ്റ് നിനക്ക് പൊട്ടിക്കും. അമ്മാതിരത്തെ സാധനമാണിത്. ഇത് അയാളിലേക്ക് കുറ്റം കൊണ്ടുവച്ച് രക്ഷപ്പെടാൻ നോക്കിയാണ്. എന്നാലും തൊൻ്റെ കുറ്റം മനസ്സിലാവുന്നില്ല, സ്വയം ചെയ്ത കുറ്റം പിടികിട്ടുന്നില്ല. മുഴുക്ക നുണയാണ്. രേണു പറയുന്നത് മുഴുക്ക കളവാണ്. സുധിയുടെ ബോഡി സ്പ്രേ അവിടെ വെച്ചിട്ടുണ്ട്, മണമുള്ള സ്പ്രേ. അത് ആ കുട്ടി തൊടുന്നില്ലല്ലോ. അവൻ എല്ലായിടത്തും ഇതുണ്ട്, ആക്സസ് ഉണ്ട്. അവൻ ചെയറിട്ട് കയറാം, കുറച്ച് സ്മാർട്ടാണ്. പക്ഷെ അവൻ അത് ചെയ്യുന്നില്ലല്ലോ. അതുപോലെ അവൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ ഫോട്ടോ തിരിച്ചു വെക്കുന്നത് കൃത്യമായിട്ടാണ് വെക്കുന്നത്. ഒരു പൊട്ടലോ പോറലോ ഒന്നും ഏൽക്കുന്നില്ല. മൊബൈലിൽ കളിക്കുന്ന കുട്ടി കട്ടിലിനടിയിൽ കിടക്കുന്ന സാധനം കാണിച്ചു തരുമ്പോൾ അവനറിയാതെ എവിടെ വെച്ചിരിക്കുന്നത്. 100ഓളം ട്രോഫി ഉണ്ട്, അതെല്ലാം അതിൻ്റെ അടിയിലാണ്. ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി പണം കൊടുത്തേ നിങ്ങൾ ലജ്ജിക്കുന്നില്ലേ? ലജ്ജിക്കണം, വേണം നിങ്ങൾക്കൊക്കെ. നമ്മളൊക്കെ പറഞ്ഞാൽ ആരും കേൾക്കാറില്ല എന്നുള്ളതിന് തെളിവ് 2 തെളിവ് പറയാം. ഒന്ന് ജിഷയുടെ അമ്മയ്ക്ക് പണം കൊടുത്തത് ജയറാമാണ്. ജയറാം പണം കൊടുത്തു, ഗവൺമെൻറ് അത് ഏറ്റെടുത്തു. ഗവൺമെൻറ് അവർ അനാവശ്യമായി അവരുടെ കയ്യിൽ നിന്ന് ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു കൺട്രോൾ വെച്ചു. കൂടെ മകൾക്കൊരു തൊഴിൽ കൊടുത്തു, വീട് വെച്ചു കൊടുത്തു. ഒക്കെ ചെയ്തിട്ടും ആ സ്ത്രീ ഇന്ന് റോഡിലാണ് കിടക്കുന്നത്. അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കില്ല എന്ന് പരമക്കാർ പറയത്തില്ലേ, അതങ്ങനെയാണ്. ഇവളുമാരുടെയൊക്കെ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്, പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന്. ഇനി ഇവിടെ വേറൊരു സംഗതി നടക്കുന്നുണ്ട്. ഒരു തട്ടിപ്പുകാരിയുടെ നേതൃത്വത്തിൽ തനൂജ എന്ന് പറയുന്ന സ്ത്രീക്ക് വീട് വയ്ക്കൽ യുദ്ധം നടക്കുന്നുണ്ട്. ഇതേപോലൊരു അവസ്ഥയിൽ വന്നിരുന്ന് മോങ്ങുന്നത് കാലം കാണിച്ചു തരുമെന്നുള്ളതാണ്. കാരണം ജോലി ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും കുനിഞ്ഞൊരു കുപ്പയെടുക്കാതെ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് തിന്നുന്ന ഒരു വൃത്തികെട്ട ജന്തുവിനെ ഞാൻ കണ്ടിട്ടില്ല. മകൾക്ക് ബിയർ ഒഴിച്ചു കൊടുക്കുന്നു, അവൾ ബിയർ കുടിക്കുന്നു. ഈ ബിയർ എന്നൊക്കെ പറയുന്ന ലക്ഷറിയാണ്. ആ ലക്ഷറിക്ക് അവരുടെ കയ്യിൽ പൈസയുണ്ട്, ഒരു വീട് വയ്ക്കാനോ മകളെ പഠിപ്പിക്കാനോ പൈസയില്ല എന്ന് പറയുന്നിടത്താണ് വിരോധാഭാസം. നമ്മളിത് പറയും. ഇനി ഇതിന് പടനായിക ആരെന്ന് ഓർത്തു കഴിഞ്ഞാൽ ഏറ്റവും ചിരിപ്പിക്കുന്ന ഒരു കാര്യം, എത്രയോ പേരെ പണം തട്ടിച്ച്
അതും വിസ കൊടുത്ത് ഫേക്ക് വിസ ഉണ്ടാക്കി കൊടുത്ത് പണം തട്ടിച്ച ഒരു ഗുണ്ടയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. പണം കൊടുത്ത് കടിക്കണ പട്ടിയെ വിളിച്ച് അതിനെ വേണ്ടാത്തടത്തേക്ക് കടിക്കാൻ വിട്ടുകൊടുത്തൊരു വ്യക്തി കൂടെയാണ് ഞാൻ. 1,30,000 രൂപ എൻ്റെ വാങ്ങി നക്കിയ ശേഷം 5 കൊല്ലത്തോളം എന്നെ എടുത്തു വെച്ച് അർമാദിച്ച ഒരു സീന് ഞാൻ കണ്ടതാണ്. ഒന്നും മിണ്ടാനില്ല, ഒന്നും പറയാനില്ല. ഇതിനേക്കാൾ വലിയൊരു അവസ്ഥ കൊടുക്കുന്നവർക്ക് വരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്കുണ്ടല്ലോ, എത്ര പറഞ്ഞാലും മനസ്സിലാവും, അത് നേരം വെളുക്കില്ല. ഈ മൂന്ന് പിക്ചേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. ഇനി ചിന്തിക്കുക എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ആർക്കും സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന്. ആ വീഡിയോ ഞാൻ ഇവിടെ ചേർത്ത് വയ്ക്കാം, കണ്ടു നോക്കുക. പറയുന്നത് കൃത്യമാണ്, അനുഭവിച്ച വേദനയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഐക്യദാർഢ്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് കണക്ക് എല്ലാവരും രേണുവല്ല, എല്ലാവരും ഇതുപോലെ തനൂജയോ ജിഷയുടെ അമ്മയോ പോലെയല്ല. അർഹതപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. നിങ്ങൾ അറിഞ്ഞു കൊടുക്കും. ഇതുപോലെ തോന്നിവാസം കാണിക്കുന്നവർക്ക് കൊണ്ടുപോയി കൂട്ടുക. ഫെയിമിനേക്കാൾ ഉപരി പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാൻ പഴമക്കാർ പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക. നമ്മൾ ഒരാൾക്ക് 1 രൂപ കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട കയ്യിലേക്ക് ആണോ അല്ലയോ എന്ന് ശരിക്ക് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ആ സ്ത്രീ പിന്നീട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം നിങ്ങൾ കൊടുത്ത വീട്ടിന് പ്രശ്നമുണ്ടെന്ന് അവൾക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാമെങ്കിൽ നിങ്ങൾക്കും ചോദിക്കാം. നിങ്ങൾ വീട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണോ അത് കൊടുത്തത്, ആ അടിസ്ഥാനത്തിൽ തന്നെയാണോ അവൾ അത് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുമുണ്ട്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വിഷമിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയല്ല വേണ്ടത്. ഇത് ഇനി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും വിഷമമുണ്ടാക്കും. അവർക്ക് ഇതൊരു മാനസിക പ്രയാസമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹോദര കാര്യം മനസ്സിലാക്കിയിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുക ആൻഡ് ആക്ഷൻ എടുക്കുക. അവളോട് ക്വസ്റ്റ്യൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാർത്താ സമ്മേളനം വേണമെങ്കിലും വിളിച്ചുകൂട്ടി നാട്ടുകാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. മുഴുക്ക ഫേക്കായ ഒരു ഫേക്ക് സാധനം. ബിഗ് ബോസിലേക്ക് കടക്കാനാണ് ഈ രീതിയിലുള്ള അലിഗേഷനിലൊക്കെ പോയി ചാടിയതെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. പക്ഷേ പൂർണ്ണ ബോധ്യമായത് ഇപ്പോഴാണ്. കള്ളിയാണ്, കള്ളത്തരം കയ്യോട് ആരൊക്കെയോ പിടിച്ചു. അതിൻ്റെ ദേഷ്യം മുഴുക്ക തീർക്കുന്നത് ആരോടൊക്കെയാണ്. അതുൽ പറഞ്ഞ കാര്യങ്ങൾ നുണയാണെങ്കിൽ അത് തെളിയിക്കണം. അല്ലാതെ സ്റ്റേഷനിൽ പോയി അതുലിനെ അവിടെ കൊണ്ടുവന്ന് മൂക്കി ശിക്ഷ വരപ്പിക്കാമെന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. അതേപോലെ തന്നെയാണ് ഈ വിഷയവും. നീ ചെയ്തത് തെറ്റാണ്, എനിക്ക് അങ്ങനെ ഒരു പിഴവ് പറ്റി, എൻ്റെ അറിവ് കേടാണ് എന്ന് പറഞ്ഞാൽ നീ വലിയവളായേനെ. പകരം നീ അത് അയാളുടെ തലയിൽ കൊണ്ടുവച്ച് എനിക്ക് ഷെൽഫില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചാക്കിക്കെട്ടി അടിയിലേക്ക് ഇട്ടെന്ന് പറയുമ്പം നിന്റെ സുനാകൾ അവിടെ ഇരിക്കുകയല്ലേ, അതിന് ചാക്ക് വേണ്ടേ? എടി അത് വാരി ചാക്കി കെട്ടി അടിയിലിട്ടിട്ട് അവൻ്റെ അടുത്ത് അവിടെ വെക്കുക. കാരണം അവൻ തന്ന പിച്ചയാണ് നീ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ജീവിതം. അവൻ്റെ ഭിക്ഷ, അവൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ തിന്നെയാണ് നീ. അവനെ കൊന്ന് അവനെ വിറ്റാണ് നീ തിന്നുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാതെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പോ നമസ്കാരം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട്, രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിള്, ഡൈനിങ് ടേബിള്, സോഫ,
TV, അതേപോലെ വാട്ടർ ഫിൽട്ടർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാനങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതലുള്ള പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നുമില്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന, അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണത്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ, ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെ കൊണ്ടുവച്ചാൽ ചെയ്യിച്ചോളൂ, ഞങ്ങളിനി ഫണ്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിന് നിന്നിട്ടുണ്ട്. വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ട വെച്ചിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങളിതുവരെ അവിടെ പോവുക, അവരെ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ശീതളടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 4,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം. അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട്, നല്ലൊരു വീട് തന്നു, അതിന്റെ മെയിൻ്റെനൻസും ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ, ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും, അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി. എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത്, ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ ആരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമ്മനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ
അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷെ സുധിര അമ്മയും സുധിര 2 മക്കളും സുധിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. എനിവേ അത് ഞാൻ അതിനകത്ത് കൂടുതലാകുന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല. ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട്. അത് അവർക്കൊരു 4,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നും താല്പര്യമില്ല. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത്. ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാഹരണം പറയണേ, ഞാൻ ആദ്യമായിട്ട് സുധിര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂത്താട്ടുകുളത്ത് വെച്ച് സംഭവിച്ചത്. ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ്. അങ്ങനെയൊക്കെ ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിവേ നമ്മൾ ഇനി ഒരു റിസ്കിനുമില്ല, ഒന്നിനുമില്ല. നമ്മുടെ താജ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, പത്തനംതിട്ടക്കാരനാണ്, സംഘടനയുള്ള ആളാണ്. പുള്ളിയുടെ കെയർ ഓഫിൽ നമ്മളൊരു മിമിക്രിക്കാരന് വീഡിയോ വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഇനി ഈ വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവ് ചെയ്ത് ഞങ്ങൾക്കാരും മെസ്സേജ് അയക്കരുത്. ഓക്കെ.